എനിക്ക് ഓഫുള്ള ദിവസം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പം ഞാനിങ്ങനെ അവരെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എന്നെപ്പോലെ തന്നെ വേറൊരാൾ ഇതുപോലെ ഇവരെ നോക്കി നിൽക്കും. അതായത് ഇവരുടെ സ്കൂൾ ബസ് വരുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ റിയമോക്കറിയാം അവർ വരുന്നുണ്ടെന്ന്. കാരണം നമ്മളല്ലാത്തപ്പോൾ എനിക്ക് ഓൾവേസ് ഞാൻ മോർണിംഗ് ഡ്യൂട്ടിയും പിന്നെ ഈ നൈറ്റും എടുക്കുന്നതായതുകൊണ്ട് അങ്ങനെ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകാറില്ല. അപ്പം ഞാൻ ഓഫുള്ള ദിവസം മാത്രമേ എനിക്കിങ്ങനെ ഇവർ വരുമ്പോൾ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം ഞാനിങ്ങനെ അവർ വന്നപ്പോൾ സ്കൂളിലെ വിശേഷമൊക്കെ ചോദിക്കുമായിരുന്നു, എന്താ ടയേർഡായിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നുമേ പെട്ടെന്ന് അവർക്ക് ചോറ് വാരി കൊടുക്കാമെന്ന് ഓർത്ത്. സാധാരണയായിട്ട് അവർ വാരി കഴിക്കുക ചെയ്യുന്നത് സ്വന്തമായിട്ട്. അപ്പം എനിക്ക് അവധിയുള്ളപ്പോൾ ഞാൻ അവർക്കങ്ങ് വാരി കൊടുക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവർ വാരി കഴിക്കുമ്പം സ്കൂളിൽ നിന്ന് ഈ കൊടുത്തു വിടുന്നത് എത്രത്തോളം കഴിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. കൊണ്ടുപോയാൽ കുറച്ചൊക്കെ കഴിച്ചെന്ന് പറയും, ചിലതൊക്കെ കഴിച്ചില്ലെന്ന് പറയും. ഇതാകുമ്പോൾ ഓഫുള്ളൊരു ദിവസം ഞാൻ വാരി കൊടുക്കുമ്പം എൻ്റെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. അറ്റ്ലീസ്റ്റ് അവർ ഇത്രയും കഴിച്ചല്ലോ. അതെന്നെപ്പോലെ തന്നെ എല്ലാ അമ്മമാരുടെയും മനസ്സിലെ ഒരു ഭാവമാണ് ഇല്ലേ. സ്വന്തം കുഞ്ഞുങ്ങൾ നമ്മുടെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച് കഴിയുന്നുണ്ടേ ഒരു പ്രത്യേക സന്തോഷം, ഇവർ കഴിച്ചല്ലോ എന്നുള്ളത്. അപ്പോഴാണ് വിജയം വന്ന് വിജിക്കൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞ് എന്നാൽ പിന്നെ എല്ലാവരുടെയും പരിപാടി കഴിഞ്ഞു. അപ്പം മോള് 2:45 വരത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനൊന്ന് ഓർത്തു വന്ന് ഞാനങ്ങ് ഭക്ഷണം കഴിക്കാമെന്ന്. എന്താണെന്നറിയത്തില്ല, പുറത്തുനിന്ന് കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സിവിയർ ഗ്യാസ്ട്രൈറ്റിസാണ്. അന്നേരം തൈരും ഒരു ഇച്ചിരി തോരനും മാത്രം ഇട്ടാൽ ചോറ് കഴിക്കുന്നത്. കാരണം അല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഭക്ഷണമൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പപ്പായ ഇരിപ്പുണ്ടല്ലോ, അതുകൂടെ അങ്ങ് ചെത്തി കഴിക്കാമെന്ന് ഓർത്തു. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റില്ല. കുറച്ച് ഭക്ഷണം ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലേ ശരിയാകത്തുള്ളൂ. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-18 ദിവസമൊക്കെ എടുക്കും ഈ ഗ്യാസ്ട്രൈറ്റിസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിപ്പോൾ അവനൂടെ കൊടുക്കുമായിരുന്നു. കേട്ടോ, മോനെ നിനക്ക് വേണമെന്ന് ചോദിച്ചു, അമ്മ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അന്ന് കൊണ്ടുവന്ന ആ ഓമയ്ക്കയുടെ അത്ര രുചിയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമുക്ക് ഫ്രീ കിട്ടിയാന്ന് പറഞ്ഞാൽ ഓമയ്ക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നേ അവിടെ കിടക്കുന്നതേ ഉള്ളൂ. അതെല്ലാം ഇനിയും കഴുകണം. കാരണം ഇനിയൊന്ന് കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ടാണ് എന്താ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കിടക്കുന്നത്. ഇത് എനിക്കൊരു ഓഫുള്ള ദിവസത്തെ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഇടയ്ക്കാണ് എൻ്റെ നയനമോൾ വന്നു, സാരക്കുട്ടി പറഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന്.